ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇത് ഞങ്ങളൊരു ടൂറ് പോയതിൻ്റെ വീഡിയോ ആണ്. രാവിലെ 5 മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. അതിനുശേഷം ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നെയ്യാർ ഡാം കാണാനാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടുണ്ട്. ഞങ്ങൾ പതുക്കെ ഓരോ കാര്യങ്ങളും കണ്ട് പോയി. ഇറിഗേഷൻ പ്രോജക്റ്റ് അതിലേക്ക് നമ്മളെ കയറ്റി വിടില്ല. വേറെ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും ഒരുപാട് അവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു, പക്ഷെ കുട ഉണ്ടായിരുന്നുകൊണ്ട് അധികം വെയിൽ കൊണ്ടില്ല. അങ്ങനെ നടന്ന് നല്ല ആ ഡാമിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് കഴിയും. പുറകുവശത്തായിട്ട് മലനിരകളും മരങ്ങളും നിറയെ വെള്ളവും നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ നിന്ന് ഞങ്ങൾ കാഴ്ചകൾ കണ്ട് നടന്ന് അടുത്തായിട്ട് പോകുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അവിടെ അരമണിക്കൂർ നമുക്ക് ബോട്ടിങ് നടത്താം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം അവിടേക്ക് പോയി. ഞങ്ങൾ വേഗം തന്നെ ബോട്ടിങ്ങിന് റെഡിയായിട്ട് പോയി. ഒരു ബോട്ടിൽ ഞങ്ങൾ 6 പേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ബോട്ടിൽ കയറി കാഴ്ചകളൊക്കെ കണ്ടു. അഗസ്ത്യാർകൂടം മലയും വെള്ളവും അതുപോലെ പോകുന്ന വഴിക്ക് ഞങ്ങൾ മാനിനെയൊക്കെ കണ്ടു. വളരെ നല്ലൊരു യാത്രയായിരുന്നു. അരമണിക്കൂറാണ് ഒരു ബോട്ടിൽ നമുക്ക് ടൈം തന്നേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ടൈം കൊണ്ട് നമ്മളെ അവിടെ മൊത്തം ചുറ്റി കാണിക്കും അവർ. അങ്ങനെ ഞങ്ങൾക്ക് അനുവദിച്ച ടൈമൊക്കെ കഴിഞ്ഞു. അതിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നീട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡിയായി. അടുത്ത സ്ഥലം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് പൊന്മുടിയായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുൻപ് ഏകദേശം ഉച്ച സമയമായി. അപ്പോഴും നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കണം. പെബിൾസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചു. ഊണാണ് എല്ലാവരും പ്രിഫർ ചെയ്തത്. പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് പോകുന്നത് ധാരാളം ചുരങ്ങളൊക്കെ കയറിയാണ്. അപ്പോഴും ഞങ്ങൾ പതുക്കെ ചുരം കയറാനായിട്ട് തുടങ്ങി. സൈഡിലായിട്ട് പുഴകളും അതുപോലെ തന്നെ വലിയ മരങ്ങളും ഒക്കെ കണ്ടു. അപ്പോഴാണ് വഴിയരികിൽ ഒരു കുരങ്ങനെ കണ്ടത്. പിന്നീട് തേയിലത്തോട്ടങ്ങളും ഒക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ചുരം കയറി മുകളിലേക്ക് എത്താറായി. കുന്നും മലയും ഒക്കെയാണ് കാണാനുള്ളതെങ്കിലും നല്ലൊരു കാലാവസ്ഥയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4 മണി 4:30 ആയി കാണും. അപ്പോഴും വെയിലുണ്ട്. വെയിലിനോടൊപ്പം തന്നെ തണുപ്പും നല്ല കാറ്റും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
ഞങ്ങളവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അങ്ങനെ ഏകദേശം ഒരു സന്ധ്യയാകാറാകുന്നത് വരെ ഞങ്ങളവിടെ നിന്നു. സന്ധ്യയാകാറായപ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. നല്ല തണുപ്പാണ്. നല്ല ഒരു പ്ലേസാണ് പൊന്മുടി. വളരെ നല്ല ഒരു വ്യൂ നമുക്ക് ആ മലമുകളിൽ നിന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് യാത്രയായി.